Modi is a wolf in sheep's clothes, and in my opinion, and India is the next China. കാംബ്രിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ CEO ആയിട്ടുള്ള മാർട്ടി ഡേവിസ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഫോക്സ് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. പച്ച മലയാളത്തിൽ നരേന്ദ്രമോദിയെ അദ്ദേഹം വിളിച്ചത് ആട്ടിൻ തോലിട്ട ചെന്നായ എന്നാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഒരു ചെന്നായയാണ്, ഒരു ആടിൻ്റെ വേഷമണിഞ്ഞ ഒരു ചെന്നായ. അത് മാത്രമല്ല, രണ്ടാമത് അയാൾ പറഞ്ഞത് ഇന്ത്യ അടുത്ത ചൈനയാണ് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇയാൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയും അമേരിക്കയിലെ ജനങ്ങളും ബിസിനസ് സംരംഭകരും സാമാന്യ വിവരമുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അമേരിക്കയിൽ ഇപ്പോഴും ലോക വിവരമില്ലാത്ത കുറേ മനുഷ്യരുണ്ട് കേട്ടോ. നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ വിചാരിക്കരുത് എല്ലാ മനുഷ്യന്മാർക്കും നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. അമേരിക്കയിലെ ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത മനുഷ്യരുമുണ്ട്. പക്ഷെ ലോകത്തെ മനസ്സിലാക്കുന്ന, ലോകത്തിൻ്റെ ചലനങ്ങൾ തിരിച്ചറിയുന്ന ബിസിനസ്സുകാരും വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, പൊളിറ്റീഷ്യൻസ്, മാധ്യമങ്ങൾ, ഇവരൊക്കെ തന്നെ ഇന്ത്യയെയും മോദിയെയും എങ്ങനെയാണ് കാണുന്നത് എന്നത് ഇവിടെ വ്യക്തമാണ്. നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ ആട്ടിൻ തോലിട്ട് ചെന്നായ എന്ന് ഇയാൾ പറഞ്ഞതിനെ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കിയിട്ടാണ് ട്രംപ് പറയാറ്. അതായത് മോദിയെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാദർ ലൈക്ക് ഫീലിംഗ് ഒക്കെ ആയിരിക്കും, വളരെ പാവപ്പെട്ട സാത്വികനായ ഒരു മനുഷ്യനായിട്ടൊക്കെ തോന്നും. പക്ഷെ അയാളൊരു കൊലപാതകയാണ്, എനിക്കറിയാം. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനവരൊരു പാഠം പഠിപ്പിക്കും, ഞാനവരെ 100 വർഷം അവരെ പുറകിലേക്ക് ഞാൻ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു ചൈനയെക്കുറിച്ചോ പാകിസ്ഥാനെക്കുറിച്ചോ എപ്പോഴോ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇഷ്യൂ നടന്നപ്പോഴോ പാകിസ്ഥാനുമായിട്ട് ഇഷ്യൂ നടന്നപ്പോഴോ ഞാൻ ഇടപെടണമോ എന്ന് ട്രംപ് മോദിയോട് ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞൊരു ഡയലോഗാണ്. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് അത് പറയും. അതായത് മോദി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പാവമൊന്നുമല്ല, മോദിയുടെ ലുക്ക് കാണുമ്പോൾ ഒരു പാവം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും, നിങ്ങളുടെ ഒരു അച്ഛനെ പോലെയൊക്കെ തോന്നും, ഒരു സാധു മനുഷ്യനെ പോലെയൊക്കെ തോന്നും, അയാൾ അങ്ങനെയൊന്നും അല്ല എന്ന് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ ഈ കമ്പനിയുടെ CEO ഇയാൾ പറയുന്നത് പച്ചയ്ക്ക് ഇയാൾ പറഞ്ഞു മോദി ആട്ടിൻ തോലിട്ട ചെന്നായാണ്. കാരണം മോദി പുറമേ കാണുന്ന പോലെയല്ല, മോദിക്ക് മോദിയുടേതായ കുറേ അജണ്ടകളും ലക്ഷ്യങ്ങളുമുണ്ട്. അപ്പോൾ അമേരിക്കയിലെ പ്രമുഖ പ്രകൃതിദത്ത ക്വാഡ്സ് നിർമ്മാതാക്കളായിട്ടുള്ള കാംബ്രിയയുടെ CEO ഇയാൾ പലപ്പോഴും പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ്, ഒരു വലതുപക്ഷ ചായ്വുള്ള ആളാണ്, ട്രംപിനെ അനുകൂലിക്കുന്ന ആളാണ്. ട്രംപിൻ്റെ ഔദ്യോഗികമായ ടീമിലെ അംഗമല്ലെങ്കിലും ട്രംപിൻ്റെ നയങ്ങളെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇതുപോലെ ചർച്ചകളിൽ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ്. മാത്രമല്ല അമേരിക്കൻ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുന്ന നയങ്ങൾ ആവശ്യമാണെന്ന് ട്രംപിനെ പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വ്യാപാര താരിഫുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങളും അമേരിക്കൻ വിപണിയെ തകർക്കുന്നു എന്ന അഭിപ്രായമുള്ള ആളാണ്. സോ ഇയാൾ പറഞ്ഞ ആ ഒറ്റ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അമേരിക്ക ഇന്ത്യയെ ഒരു സുഹൃത്ത് മാത്രമായിട്ടല്ല കാണുന്നത്, ഒരു പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റർ ആയിട്ട് കൂടിയാണ് കാണുന്നത്. ഈ പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടൻഷ്യൽ എനിമിയായിട്ട് മാറാം, എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഒരു ശത്രുവായി കാണാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്ക സൗഹൃദമുണ്ടാക്കിയ രാജ്യങ്ങളോടൊക്കെ തന്നെ തെറ്റിയിട്ടുള്ള രാജ്യങ്ങളാണ്, അവരുമായിട്ടൊക്കെ അടിയുണ്ടാക്കിയ രാജ്യങ്ങളാണ്. ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള ഭിന്നതയിലേക്ക് പോയിട്ടുണ്ട് ചരിത്രത്തിൽ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഫ്രാൻസും അമേരിക്കയും തമ്മിലൊന്നും നല്ല രസത്തിലൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോൾ അത്ര താല്പര്യമുള്ളൊരു ബന്ധമല്ല. മാത്രമല്ല ചൈനയും അമേരിക്കയും സുഹൃത്തുക്കളായിരുന്നു, ഇന്ന് ചൈനയുമായിട്ടാണ് ഏറ്റവും വലിയ ശത്രുതയുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം ആദ്യം അമേരിക്ക ചൈനയെ ഒരു കോമ്പറ്റേറ്ററായിട്ട് കണ്ടില്ല, ഒരു മാർക്കറ്റായിട്ട് കണ്ടു, പിന്നെ ചീപ്പ് ലേബർ കിട്ടുന്ന ഒരു രാജ്യമായിട്ട് കണ്ടു. അപ്പോൾ ജപ്പാൻ ഒരു എക്കണോമിക് പവറായിട്ട് അമേരിക്കയെ മറികടക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് പോലും വന്ന സമയത്തൊക്കെയാണ് അമേരിക്ക കംപ്ലീറ്റ് ആയിട്ടും ചൈനയുമായിട്ടൊക്കെ കൂടുതൽ എക്കണോമിക്കലി അവർ ഒരു റിലേഷനിലോട്ട് പോകുന്നത്. മാത്രമല്ല 80കളിലൊക്കെ അമേരിക്കൻ കമ്പനികൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൈനയിൽ നടത്തിയത് ചൈനയിലെ വിപണി കണ്ടുകൊണ്ടായിരുന്നു. പതിയെ ചീപ്പ് ലേബർ ഉണ്ട്, അച്ചടക്കമുള്ള ഒരു ജനത അവിടെയുണ്ട്, വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യരവിടെ പണിക്ക് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ അമേരിക്കൻ കമ്പനികൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതായത് ചീപ്പ് ആയിട്ട് പ്രോഡക്റ്റുകൾ അവിടെ ഉൽപ്പാദിപ്പിച്ച് വലിയ ലാഭത്തിന് വിറ്റ് കോടികൾ അമേരിക്കൻ കമ്പനികൾ ഉണ്ടാക്കി അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ എക്കണോമി ഭയങ്കരമായിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിധത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പതിയെ ചൈന ഒരു വലിയ പവറാകാൻ തുടങ്ങുന്നു എന്ന് അമേരിക്ക മനസ്സിലാക്കിയത്. ചൈനീസ് എക്കണോമി ഗ്രോ ചെയ്യാൻ തുടങ്ങി, ചൈന സ്വയം പര്യാപ്തതയിലേക്ക് കടക്കാൻ തുടങ്ങി. അങ്ങനെ ചൈന ലോകത്തിൻ്റെ ഫാക്ടറി ആയിട്ട് മാറിയപ്പോഴാണ് തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഫാക്ടറികളെല്ലാം തന്നെ
ചൈനയിലേക്ക് പോയി എന്ന വസ്തുത അമേരിക്ക തിരിച്ചറിയുന്നു. ഇന്നിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചൈന ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു. അപ്പം നാളെ ഇന്ത്യ അതുപോലെ വളരരുത് എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട്. ഇന്ത്യ അങ്ങനെ വളരാൻ പാടില്ല. ഇന്ത്യ അമേരിക്കയ്ക്ക് വേണം. എങ്ങനെ വേണം? ഒരു വിപണിയായിട്ട് വേണം. അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള റിലേഷനിലൂടെ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ പ്രോഡക്റ്റുകൾ വിൽക്കാൻ കഴിയുന്ന ഒരു വിപണിയായിട്ട് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദി അങ്ങനെ അല്ല. അവിടെയാണ് ആട്ടിൻ തോലിട്ട ചെന്നായ എന്നൊക്കെ വിളിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സൗഹൃദം അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അമേരിക്ക കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ നാളെ ചൈനയെ പോലെ അമേരിക്കയ്ക്കൊരു മേജർ എക്കണോമിക് ത്രെട്ടായിട്ട് ഇന്ത്യയും മാറുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ചൈനയെ എതിർക്കുന്ന അതേ സ്വരത്തിൽ ഇന്ത്യയും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ട്രംപ് പ്രത്യേകിച്ച് എക്കണോമിയുടെ കാര്യം എടുത്താൽ ഇന്ത്യ ഒരിക്കലും അമേരിക്ക ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യൻ ആയുധങ്ങൾ ഭീഷണിയാണ് എന്നൊന്നും ഇന്ത്യയെ എവിടെയും പറയുന്നില്ല. സായുധമായിട്ട് സൈനികമായിട്ട് അമേരിക്ക ഭീഷണിയായിട്ട് കാണുന്നത് റഷ്യയും ഒരു പരിധിവരെ അതിനുശേഷമേ ചൈന പോലും ഉള്ളൂ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയുടെ കാര്യത്തിലും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ടെക്നോളജിയുടെ കാര്യത്തിലും റഷ്യയാണ് കുറച്ച് അമേരിക്കയ്ക്ക് ഭയമുള്ളത്. ചൈനയുടെ കാര്യത്തിൽ അമേരിക്കയുടെ പേടി എന്ന് പറയുന്നത് ചൈനയ്ക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അതും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്ക ഒരു വർഷത്തിൽ ഒരു 100 ഡ്രോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ചൈന ഈ സമയത്ത് ചിലപ്പോൾ 1000-ഓ 10,000-ഓ ഡ്രോൺ ഉണ്ടാക്കും. അത്രയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും മാൻ പവറും ചൈനയ്ക്കുണ്ട്. അപ്പോൾ ഇത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആയുധങ്ങളുടെ ക്വാളിറ്റിയേക്കാൾ ഉപരിയായിട്ട് ആയുധങ്ങളുടെ എണ്ണം അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് എന്നത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ചൈന സാമ്പത്തികമായിട്ട് അമേരിക്കയെ ഒരുപാട് പിന്നിലാക്കി വളരെയധികം വളരുമോ എന്നുള്ള ആശങ്കയും അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ചൈന എതിർക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ കാര്യത്തിലുണ്ട്. ഇന്ത്യ ചൈനയെ പോലെ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്, അംബീഷനുള്ള രാജ്യമാണ്. ഇന്ത്യക്കും വലിയൊരു പവർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഇന്ത്യ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി കുറച്ച് ഡിഫറൻ്റ് ആണ്. പക്ഷേ അവിടെ അമേരിക്ക കരുതുന്നത് ചൈനയെ പോലെ തന്നെ ഇന്ത്യയും ഒരു ഡോമിനൻ്റ് പവർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ തൽക്കാലം നരേന്ദ്രമോദി ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കാണുമ്പോൾ ചെന്നായായിട്ട് തോന്നില്ല, ഒരു ആടിനെ പോലെ തോന്നും. പക്ഷെ ഉള്ളിൽ ചെന്നായാണെന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മോദിയുടെ യഥാർത്ഥ ലക്ഷ്യം ചൈനയെ പോലത്തെ ഒരു പവറാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി കളികളെല്ലാം കളിക്കുന്നതെന്ന് അമേരിക്കയും അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസും ബിസിനസ്സുകാരും ഒക്കെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈനയെ എതിർക്കുന്ന അതേ ശക്തിയോടെ ഇന്ത്യയും എതിർക്കാൻ അമേരിക്ക അടുത്ത കാലത്തായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയെ ഒരിക്കലും ഒരു ലോങ് ടേം ഫ്രണ്ടായിട്ട് കാണുന്നില്ല. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് താൽക്കാലിക നേട്ടങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യയുടെയും പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെന്ന് അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ടാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് ഇടപെടുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനുമേൽ അമേരിക്കയുടെ ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. മോദിയെയും മോദി ഭരണകൂടത്തെയും അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് അവർ കാണുന്നത്. അതായത് മോദി ഭരണകൂടം അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പോളിസികളുണ്ട്. ഇപ്പോൾ തന്നെ മോദി ഗവൺമെൻറ് അമേരിക്ക പറഞ്ഞു എന്ന് പറഞ്ഞ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ? അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റുകളോട് പ്രതികരിച്ചിട്ടില്ല. ഒഫീഷ്യലായിട്ട് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടുമില്ല. ട്രംപ് എന്തൊക്കെയോ പറയുന്നു, ഇന്ത്യ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ട്രംപിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് വാദിക്കാം. ആ ഒരു ട്രംപിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അവിടെ ഇന്ത്യ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ നോ പറയുന്നില്ല. ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് ഇന്ത്യ പറയാത്തതുകൊണ്ട്. അതേസമയത്ത് ഇന്ത്യ കഴിഞ്ഞ മാസവും റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത്. എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തീർച്ചയായിട്ടും വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൂടിയായിരിക്കും. അത് ഇന്ത്യൻ കമ്പനികളുടെ ചോയ്സാണ്. മാത്രമല്ല അമേരിക്കയെ പിണക്കാൻ ഇന്ത്യ തയ്യാറാവില്ല. അതാണ് അവരുടെ പോയിന്റും അതാണ്. ഇന്ത്യ അമേരിക്കയെ പിണക്കുന്നില്ല. അവിടെ മോദി തന്ത്രപരമായിട്ട് കളിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്യാതെ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കളിയാണ് ഇന്ത്യയുടേത്. ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. നിരവധി റഷ്യൻ കപ്പലുകൾ വേറെ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ റൂട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണയുമായിട്ട്. അപ്പോൾ ഇത് ഇന്ത്യക്ക് അങ്ങനെ തീരുമാനം എടുത്തേ പറ്റുമെന്ന് വന്നപ്പോൾ ഉടനെ തന്നെ അമേരിക്ക ഓക്കെ ഒരു മാസത്തേക്ക് ഇന്ത്യ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അമേരിക്ക പറഞ്ഞു. കാരണം അമേരിക്കയും ട്രംപും പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഞങ്ങളാണ് ലോകം ഭരിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്ന ഞങ്ങളാണെന്ന് ട്രംപ് ഭരണകൂടം അവരുടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക അറിഞ്ഞിട്ടാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ കുറച്ചിലാണ്. കാരണം ഇന്ത്യയുമായിട്ട് കരാറുണ്ടാക്കി ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞുകൊണ്ടിരുന്നു ട്രംപ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു ഒരു മാസത്തേക്ക് വാങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ യുദ്ധമൊക്കെ നടക്കില്ല, അവർ വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ. അപ്പോൾ ഇന്ത്യയിലെ കുറേ ആൾക്കാർ ഉടനെ പറയും, അയ്യോ
ട്രംപ് പറയുന്ന അനുസരിച്ചാണോ ഇന്ത്യ എണ്ണ വാങ്ങുന്നത്? ജിയോ പൊളിറ്റിക്സും ഡിപ്ലോമസിയും എന്നൊക്കെ പറയുന്ന ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നതും പോലെ അല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് പ്രധാനമെന്ന് വിവരദോഷികളോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം അമേരിക്കയെ പിണക്കുക എന്നുള്ളതല്ല, അമേരിക്കയുമായിട്ട് ഏറ്റവും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെയാണ് ഇന്ത്യ എക്കണോമിക് ഒരു പവറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നത്. US-ഉമായിട്ടും യൂറോപ്പുമായിട്ടും ഉടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടി ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു എക്കണോമിക് പവർ ആവാൻ പറ്റുന്നത്? സാധ്യമല്ല. പ്രത്യേകിച്ച് ചൈന ഒരു എക്സാമ്പിളായിട്ടുണ്ട്. യൂറോപ്പും അമേരിക്കയും ചൈനയുടെ ഒരു വളർച്ച കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ആകുമെന്ന് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു പരിധി വിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല. ഇത് കുറേ ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ എതിരെ പോയാൽ എന്ത് പറ്റും? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരില്ല, അവരുമായിട്ടുള്ള വ്യാപാരം കുറയും. അവരെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്, ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കണം എന്നൊന്നും അവർക്കില്ല. പക്ഷേ ഇന്ത്യൻ വിപണിയിൽ അവർക്കൊരു നോട്ടമുണ്ട്, അത് വലിയ പോപ്പുലേഷനുള്ളൊരു വിപണി ആയതുകൊണ്ട്. എന്ന് പറഞ്ഞ് ഇന്ത്യ അവർക്കെതിരെ പോയാൽ അവരും വിചാരിക്കും നോക്കി ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം ഇനി വേണ്ട, അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫർ ഇനി വേണ്ട, അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ഇടപാടുകളും വേണ്ട, ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താമെന്നവർ വിചാരിച്ചാൽ ഇന്ത്യ മറ്റൊരു ക്യൂബയോ മറ്റൊരു ഉത്തര കൊറിയയോ ആകുമെന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് നമുക്കൊരു വലിയ എക്കണോമിക് പവറും ഒരു സൂപ്പർ പവറും ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റൂ. ആരും പിടിച്ച് നിങ്ങൾ സൂപ്പർ പവർ ആയിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് അങ്ങ് ഇരുത്തി തരത്തൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ രാജ്യം കുറേ സഹിക്കേണ്ടി വരും, കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ. ഏത് മനുഷ്യൻ്റെയും വളർച്ചയുടെ കാലഘട്ടം എടുത്തോളൂ. ഇന്നിപ്പോൾ ലോകത്തെ സമ്പന്നരായിരിക്കുന്ന മനുഷ്യരെടുക്കൂ, ഇലോൺ മസ്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് യൂസഫ് അലിയും ഒക്കെ. അദ്ദേഹമൊക്കെ ജനിച്ചപ്പോഴേ ഇതുപോലെ വലിയ ലക്ഷറി കാറിൽ സഞ്ചരിക്കുന്ന, എവിടെ പോയാലും ഇന്നിപ്പോൾ യൂസഫ് അലി ഇന്ത്യയിൽ എവിടെ വന്നാലും, പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെ വന്നാലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഏത് സ്ഥാപനമാണ് അതിൻ്റെ മുതലാളി ഇറങ്ങി വരും, അദ്ദേഹത്തെ അകത്തോട്ട് കൊണ്ടുപോകും, അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആതിഥ്യ മര്യാദ അദ്ദേഹത്തിന് കൊടുക്കും, അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യും. എന്നാൽ യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് സാധാരണക്കാരനായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ അദ്ദേഹം ഫുഡ് കഴിക്കാൻ പോയ ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയോ? അവിടെ ഇപ്പോൾ അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് കൊടുത്ത കറിക്ക് ഉപ്പില്ല. ഒരു ഉദാഹരണം കേട്ടോ. അപ്പോൾ അദ്ദേഹം വിളിച്ച് മുതലാളിയുടെ അടുത്ത് പറയുകയാണ്, ഈ കറിക്ക് ഉപ്പൊന്നും ഇല്ലല്ലോ, ഇതെന്താണ് നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു ടേസ്റ്റും ഇല്ലല്ലോ, ഇയാൾക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോടോ, ഇയാളെവിടെ ആരെങ്കിലും വിളിച്ചോ എന്ന് മുതലാളി യൂസഫ് അലിയുടെ അടുത്ത് പറഞ്ഞു. മൂപ്പരപ്പോൾ ചാടി എണീറ്റ് താൻ എന്താടോ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പാത്രം എടുത്ത് മുതലാളിയുടെ തലയ്ക്ക് അടിച്ചു കൊടുത്താൽ യൂസഫ് അലി എവിടെ പോവും? ഭയങ്കര മാസ് കാണിച്ചു, പക്ഷെ ജയിലിൽ പോവും അല്ലേ? ആ സമയത്ത് അദ്ദേഹം മൗനമായിട്ട് ശരി ഞാൻ ഇത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് കഴിച്ച് ഉള്ള പൈസയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ആ കടയിൽ പോകത്തില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരിത് അയാൾക്കൊരു പ്രതികരണ ശേഷി ഇല്ലല്ലോ, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാൾക്കൊന്ന് പ്രതികരിച്ചൂടെ, നാണം കെട്ടത് ഇറങ്ങി പോകുന്നു എന്ന് പറയുമായിരിക്കും. പക്ഷെ അന്ന് ക്ഷമയോടെ പോയ മനുഷ്യൻ പക്ഷേ ലോകം കീഴടക്കുന്ന ആളായിട്ട് മാറും അല്ലേ? അങ്ങനെയാണല്ലോ എല്ലാവരും ക്ഷമയോടെയും പരിഹാസങ്ങളെയും അല്ലെങ്കിൽ വിമർശനങ്ങളെയും ഒക്കെ വളരെ സമചിത്തതയോടെ നേരിട്ടാൽ മാത്രമേ മനുഷ്യനായാലും ഒരു രാജ്യത്തിനായാലും വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പോലെ ഡയലോഗ് അടിക്കാനൊക്കെ വലിയ എളുപ്പമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവേഴ്സ് ആയിട്ടുള്ള US-നെയും യൂറോപ്പിനെയും ഒന്നും പിണക്കിയിട്ട് നമുക്കൊരു സാമ്പത്തിക ശക്തിയാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് സംയമനം പാലിക്കുന്നത്. ഇതിനെക്കുറിച്ച് അമേരിക്കയ്ക്കും അറിയാം, ഇതും വളരെ നന്നായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ട്രംപും അമേരിക്കയിലെ വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇന്ത്യയും മോദിയെയും ഒക്കെ ആട്ടിൻതോലിട്ട ചെന്നായിട്ടും അങ്ങനെയൊക്കെ ഒരു സംശയ ദൃഷ്ടിയോടെ കാണുന്നത്. അതേസമയം തന്നെ അവർ ഇന്ത്യയെ ഭയപ്പെടുന്നുണ്ട്. മറ്റൊരു ചൈനയായിട്ട് നമ്മൾ മാറുമോ എന്ന ഭയം അവരെയൊക്കെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വളർച്ചയെ തടയാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. പക്ഷേ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് ഈ പോസ്റ്റുകൾ ഇട്ടും അതുപോലെ കമൻ്റ് അടിച്ചും തള്ളിമറിക്കുന്ന നരേന്ദ്രമോദി മറ്റേ കീഴടങ്ങി കൊടുത്തു, ഇന്ത്യ കീഴടങ്ങി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മരതി കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. സ്വന്തം രാജ്യത്തിനെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം പ്രധാനമന്ത്രിയെ കുറ്റം പറയുമ്പോൾ പ്രത്യേക സുഖം കിട്ടുന്ന ആൾക്കാർ. അവർക്കൊരു പക്ഷേ ഇതൊന്നും എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.